മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും ഒരു പരിശോധനയുടെയോ കേസിന്റെയോ മുന്നിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ നേരത്തെ പേര് പരാമർശിച്ച കോൺഗ്രസിന്റെ നേതാക്കളെ പോലെ പേടിച്ചു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ. ഈ പരിശോധനയുടെ ഭാഗമായി ഇഡിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അവരുടെ സൃഷ്ടാക്കൾക്കോ പിണറായി വിജയന്റെ രോമത്തിൽ പോലും സ്പർശിക്കാനാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനെ എതിർക്കുന്നു? ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടും. ജനങ്ങളെ അണിനിരത്തി തന്നെ ഞങ്ങൾ നേരിടും. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഏത് കേസിലാണ് ചോദ്യം ചെയ്യേണ്ടത്? ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? പിണറായി വിജയന്റെ പേരിൽ ഏത് ഏജൻസിയാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്? ഏത് ഏജൻസിയാണ് സമൻസ് അയച്ചത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ആർക്കും മറുപടിയില്ല. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ വേട്ടയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. എന്നാൽ സംഘപരിവാരത്തിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി സ്വന്തം പേരിലും കോൺഗ്രസ് നേതാവ് കൂടിയായ മാതാവിന്റെ പേരിലും ഉൾപ്പെടെയുള്ള സഹോദരിയുടെയും അളിയന്റെയും പേരിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകൾ എല്ലാം ഇപ്പൊ മെല്ലപ്പോക്കാണ്. അത് വാദ്രയുടെ ഭൂമി തട്ടിപ്പായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസായാലും എല്ലാം ഇപ്പൊ മെല്ലപ്പോക്കാണ്. എവിടെയും എത്താതെ നിൽക്കുകയാണ്. തടി രക്ഷപ്പെടുത്താൻ സംഘപരിവാരവുമായി ഒത്തുതീർപ്പുണ്ടാക്കി ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുന്ന ആത്മഹത്യാപരമായ രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ. ഇപ്പൊ ചിലരെല്ലാം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ താമസിക്കാത്തത്? എന്തുകൊണ്ടാണ് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയാത്തത്? ക്ലിഫ് ഹൗസ് ഇപ്പോ അറ്റകുറ്റപ്പണി നടക്കുകയാണത്രേ. മലയാള മനോരമ ചാർത്തിക്കൊടുത്ത പുതിയ പേരാണ് അറ്റകുറ്റപ്പണി. ഇതുവരെ മോടി പിടിപ്പിക്കൽ എന്നായിരുന്നു. അപ്പൊ ഒരുവിധ മോടി പിടിപ്പിക്കലും വേണ്ട എന്ന് നിയുക്ത മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞു പോലും. അതോടുകൂടി മോടി പിടിപ്പിക്കൽ അവസാനിപ്പിച്ചു. ഇനി അറ്റകുറ്റപ്പണിയേ ഉള്ളൂ. അറ്റകുറ്റപ്പണിയാണ്. അസാമാന്യമായ തൊലിക്കെട്ട് വേണം ഇങ്ങനെയെല്ലാം വാദിക്കാൻ. പക്ഷെ ചിലർക്ക് അത് ജന്മസിദ്ധമായി കിട്ടിയത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനിടയില്ല. ഒരു മോടി പിടിപ്പിക്കലും വേണ്ടെന്ന് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെന്തേ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാത്തത്? ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ മാറ്റിയാൽ കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കണ്ടോൺമെന്റ് ഹൗസ് അനുവദിക്കും. ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള പരിശോധന രായ്ക്ക് രാമാനം നടത്താൻ കണ്ടോൺമെന്റ് ഹൗസ് പോലെ ക്ലിഫ് ഹൗസ് പോലെ പരിരക്ഷയുള്ള ഇടങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടാനിടയുണ്ട്. അതുകൊണ്ട് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം, എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും ഒരു പരിശോധനയുടെയോ കേസിന്റെയോ മുന്നിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ നേരത്തെ പേര് പരാമർശിച്ച കോൺഗ്രസിന്റെ നേതാക്കളെ പോലെ പേടിച്ചു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ. ഈ പരിശോധനയുടെ ഭാഗമായി ഇഡിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അവരുടെ സൃഷ്ടാക്കൾക്കോ പിണറായി വിജയന്റെ രോമത്തിൽ പോലും സ്പർശിക്കാനാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനെ എതിർക്കുന്നു? ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടും. ജനങ്ങളെ അണിനിരത്തി തന്നെ ഞങ്ങൾ നേരിടും. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കേസ് തന്നെ പരിശോധിച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങളും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആദ്യഘട്ടം മുതൽ പ്രചരിപ്പിച്ചത്?
നമ്മുടെ ചുറ്റുപാടും വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ കള്ളപ്പണമോ കൈക്കൂലിയോ അനർഹമായ പണമോ ബാങ്ക് അക്കൗണ്ടിലൂടെ ആരെങ്കിലും കൈമാറ്റം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? CMRL എന്ന കമ്പനി എക്സാലോജിക്കിന് കൊടുത്തിട്ടുള്ള അണാപ്പൈ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. ബാങ്ക് അക്കൗണ്ട് വഴി ആരെങ്കിലും തെറ്റായ ഇടപാടുകൾ നടത്തിയെന്നത് ഇന്ത്യ ചരിത്രത്തിൽ കാണിക്കാൻ പറ്റും. അപ്പോ മാധ്യമങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസും സംഘപരിവാരവും ഉയർത്തിയ ആരോപണം GST അടച്ചിട്ടില്ല എന്നായിരുന്നു. ഓർമ്മയില്ലേ? GST അടച്ചിട്ടില്ല. ഒരുപാട് പ്രബോധകന്മാർ വാദോരാതെ തുടർച്ചയായി പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ GST അടച്ചതിന്റെ രേഖ പുറത്തു വന്നു. അപ്പൊ പറഞ്ഞു IGST അടച്ചിട്ടില്ല. പുതിയ ആരോപണം വന്നു. അപ്പൊ IGST അടച്ചതിന്റെ രേഖയും പുറത്തു വന്നു. ഓരോ ഘട്ടത്തിലും ആരോപണത്തിന്റെ പുകമറ ഉയർത്തിക്കൊണ്ടുവരുന്നതെല്ലാം ഈ കേസിൽ പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പറയാണ് സേവനം കൊടുത്തിട്ടില്ല. സേവനം കൊടുത്തോ എന്ന് പറയേണ്ടത് ആരാണ്? സേവനം ആവശ്യപ്പെട്ട കരാറിൽ ഏർപ്പെട്ടവരാണ്. അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അതാണ് ചോദിക്കേണ്ടത്. ഒരു കരാറിലെ ഇരു കക്ഷികളാണ്. കരാർ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ, കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ പരാതി ഉന്നയിക്കേണ്ടത്, ആരോപണം ഉന്നയിക്കേണ്ടത്, നിയമ നടപടി സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? യഥാർത്ഥത്തിൽ ഒരു രേഖയുമില്ലാതെ ബാങ്ക് വഴിയല്ലാതെ കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് CMRL പണം കൊടുത്തു എന്നത് പുറത്തു വന്ന വാർത്തകൾ മാത്രമല്ല, ആരോപണ വിധേയരായ നേതാക്കൾ, ഇന്നത്തെ മന്ത്രിമാർ പരസ്യമായി സമ്മതിച്ചതാണ്. ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. അത് വ്യവസ്ഥാപിതമായാണോ? ബാങ്ക് അക്കൗണ്ട് വഴിയാണോ? പാർട്ടി ഫണ്ടിലേക്കാണോ? അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള കണക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? യഥാർത്ഥ തട്ടിപ്പിന്റെയും അഴിമതിയുടെയും സാമ്പത്തിക ക്രമക്കേടിന്റെയും പുറകെ പോകാതെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഒരു കമ്പനിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആൾ എന്ന ഒറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയെയും മുന്നണിയെയും സംശയത്തിന്റെ പുകമറയിൽ ഒരു പ്രതീതിയിൽ നിർത്താം എന്ന രാഷ്ട്രീയമാണ് BJPയും കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ചില മാധ്യമ പ്രവർത്തകർ അംഗങ്ങളായ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് EDയിലെ ഭിക്ഷാന്തയികളായ ചില ഉദ്യോഗസ്ഥർ രൂപീകരിച്ചിട്ടുണ്ടത്രേ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയുന്നു, ഇങ്ങനെ റെയ്ഡ് നടക്കാൻ പോകുന്ന വിവരം ഞങ്ങൾ ആരും അറിഞ്ഞില്ല, പോലീസിനെ അറിയിച്ചിട്ടേയില്ല. ഞാൻ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അവിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ പോലീസോ ഇന്റലിജൻസ് സംവിധാനമോ ആഭ്യന്തര വകുപ്പോ യാതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴും ഇടതുപക്ഷ വിരുദ്ധത സമനില തെറ്റിച്ച ചില വ്യക്തികൾ ഉൾപ്പെടുന്ന ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വിവരം കൊടുത്തിട്ടാണ് അത്രയും പോകുന്നത്. ഒരു അന്വേഷണ ഏജൻസി അവരുടെ പരിശോധന ആരംഭിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവരം കൊടുത്തിട്ടാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പരിശോധന കഴിഞ്ഞപ്പോ ഒരു പുല്ലും കണ്ടെടുത്തിട്ടില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. അവസാനം പറയുന്നു, ഒരു ബാങ്ക് പാസ്ബുക്ക് കിട്ടി. ബാങ്ക് പാസ്ബുക്ക് രഹസ്യരേഖയാണോ? ബാങ്ക് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് അറിയേണ്ടതെങ്കിൽ അത് ബാങ്കിൽ പോയി നോക്കിയാൽ കാണില്ലേ? അത് ഏത് അന്വേഷണ ഏജൻസിക്കും പരിശോധിക്കാവുന്ന അവരുടെ കൈപ്പിടിയിലുള്ള രേഖയല്ലേ? ഏത് ബാങ്കിലെയും അക്കൗണ്ട് വിവരങ്ങൾ ഇത്തരം അന്വേഷണ ഏജൻസികൾക്ക് പരിശോധിക്കാൻ കഴിയില്ലേ? അപ്പോ അവർ സംശയിച്ചതുപോലെയോ മുൻകാലങ്ങളിൽ ചില പരിശോധന നടത്തിയപ്പോ ടോയ്ലറ്റിൽ നിന്നും കട്ടിലിന്റെ അടിയിൽ നിന്നും നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്തതുപോലെയോ ഒരു പുല്ലും ഉണ്ടായിട്ടില്ലെന്നും ഒരു തുണ്ട് കടലാസ് പോലും സംശയാസ്പദമായി കിട്ടിയിട്ടില്ലെന്നും
എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു ED എന്ന അന്വേഷണ ഏജൻസിക്ക്.